प्यारे बच्चों साहब ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും നല്ല അടിപൊളിയായിരിക്കുന്നല്ലോ യെസ് വളരെ പ്രധാനപ്പെട്ട ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് മാഷി വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ മക്കളും കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചോളൂ മക്കളെ യെസ് നോക്കൂ എന്താണ് സാഫ് സഫായി മേ അവൽ ഗാവ് അല്ലെ ആ ക്ലീനസ്റ്റ് ആയിട്ടുള്ള ആ ഒരു വില്ലേജിനെ കുറിച്ചൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിരുന്നു അല്ലെ ആ വൃത്തിയുടെ കാര്യത്തിൽ ഒന്നാമതായി നിൽക്കുന്ന ഒരു ഗ്രാമം അല്ലെ ഗാലിബ് കലീമിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമായിരുന്നു അത് അല്ലെ അതിലെ ആ പ്രധാനപ്പെട്ട ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് ഏതായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് ആയിരുന്നു ആ മാവ്ലിനോങ് അല്ലെ ഏഷ്യ കാ സബ്സെ സാഫ് സുഥരാ ഗാവ് മാവ്ലിനോങ് മേഘാലയ മേ ഹെ സെറ്റല്ല മക്കളെ യെസ് അതിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം എന്താണെന്ന് ശ്രദ്ധിച്ചോളൂ നമുക്ക് ഈ വരുന്ന ഓണപരീക്ഷയിലൊക്കെ ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മാഷി പറയുന്നത് നോക്കൂ മാൻലോ എന്താ മാൻലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കൂ അല്ലെ ഒന്ന് വിചാരിച്ച് എന്താ വിചാരിക്കേണ്ടത് എന്താ വിചാരിക്കാനായിട്ട് പറയുന്നത് മാവിലിന്നോങ് ഗാവുമേ പര്യാട്ടക് ആത്താ ഹേ എന്താ പര്യാട്ടക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അത് ടൂറിസ്റ്റ് ആണ് അല്ലെ ടൂറിസ്റ്റ് അല്ലേ ടൂറിസ്റ്റ് ആത്തേ ഹേ അല്ലേ വരുന്നു ടൂറിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ യെസ് വളരെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും അതൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകില്ലേ യെസ് അപ്പൊ ഇവിടെ എന്താണ് മാവ്ലിനോങ് ഗാവ് അല്ലെ മാവ്ലിനോങ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ അല്ലെ അല്ലെങ്കിൽ ഗ്രാമത്തിലേക്ക് ആര് വരുന്നു ടൂറിസ്റ്റ് വരുന്നു ഇനി നമ്മൾ പറയാ വഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അല്ലെ അവിടെ എന്ത് കാണുന്നത് സൂചനാപട് ഹേ അവിടെ ഒരു സൂചനാപട് ഉണ്ട് എന്താ സാറേ സൂചനാപട് നോട്ടീസ് ബോർഡ് അല്ലെ നോട്ടീസ് ബോർഡ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കാണും നോട്ടീസ് ബോർഡ് അല്ലെ എന്താണ് നോട്ടീസ് ബോർഡ് അല്ലെ വെൽക്കം ടു ഊട്ടി അല്ലെ അത്തരത്തിലുള്ള ഒരു നോട്ടീസ് ബോർഡ് വ്യത്യസ്തം നിങ്ങളുടെ ഗ്രാമത്തിന്റെ പേരൊക്കെ വെച്ചിട്ട് അവിടേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോട്ടീസ് ബോർഡൊക്കെ സൂചനാപടൊക്കെ എൻ്റെ മക്കൾ കാണാറുണ്ട് അല്ലെ അപ്പൊ അതേപോലെയുള്ള ഒരു സൂചനാപട് നിങ്ങൾ കണ്ടു ഇനി എന്താ പറയുന്നത് വഹ് കൈസേ ഹോഗെ വഹ് അല്ലെ വഹ് അത് കൈസേ ഹോഗെ എങ്ങനെയായിരിക്കും അതെങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത് അല്ലെ എങ്ങനെ ആയിരിക്കും അപ്പൊ എന്താണ് ചോദ്യം മക്കളെ നിങ്ങളൊന്ന് വിചാരിക്കണം എന്താ വിചാരിക്കേണ്ടത് മാവ്ലിനോങ് ഗ്രാമത്തിലേക്ക് പര്യാട്ടക് ആത്താ ഹേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അവിടെ നോട്ടീസ് ബോർഡ് ഉണ്ടായിരിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് സെറ്റാണോ റെഡിയാണോ യെസ് അപ്പോൾ ഒരു സൂചന നമുക്ക് തന്നിട്ടുണ്ട് മാവ്ലിനോങ് ഹെഡിങ് എഴുതിയിട്ടുണ്ട് എന്നിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഏഷ്യ കാ സബ്സെ സാഫ് സുഥര ഗാവ് അല്ലേ നമ്മൾ പഠിച്ചു ഏഷ്യ കാ സബ്സെ സാഫ് സുഥര ഗാവ് മാവ്ലിനോങ് മേഘാലയ മേഹ എന്നൊക്കെ നമ്മൾ ആ പാഠഭാഗത്തിൽ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ അത് തന്നിട്ടുണ്ട് നമുക്ക് മുകളിൽ ഏഷ്യ കാ സബ്സെ സാഫ് സുഥര ഗാവ് ഏഷ്യയിലെ തന്നെ ഏറ്റവും എന്താണ് ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് ആണ് എന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതിന്റെ താഴെ നമുക്ക് തന്നത് എന്താ ധ്യാൻ ദേ ശ്രദ്ധിക്കൂ അല്ലെ ശ്രദ്ധിച്ചാലും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡാഷ് ഇങ്ങനെ തന്നിട്ടുണ്ട് ഈ ഡാഷ് എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യണം പൂരിപ്പിച്ച് അതിന്റെ മുഴുവൻ മാർക്കും വാങ്ങിയെടുക്കാനുള്ള ഉത്തരമാണ് മാഷ് പറയുന്നത് എൻ്റെ എല്ലാ മക്കളും കൃത്യതയോട് കൂടി മനസ്സിലാക്കി വെക്കുക നോക്കൂ ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് ബോർഡ് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും നോക്കാം യെസ് അപ്പോ ഇതൊക്കെ നമുക്ക് ചോദ്യ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ട് മാവ്ലിനോങ് അതേപോലെ നമ്മൾ എന്ത് ചെയ്തു എടുത്തെഴുതി ഏഷ്യ കാ സബ്സെ സാഫ് സുഥര ഗാവ് മേ സ്വാഗത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സബ്സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ ഏറ്റവും അല്ലേ അതേപോലെ സാഫ് സുഥര അല്ലെ സാഫ് സുഥര എന്ന് പറഞ്ഞാൽ ക്ലീനസ്റ്റ് അല്ലെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലേക്ക് എന്ത് ചെയ്യുന്നു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അല്ലെ മാഷ് പറഞ്ഞു വെൽക്കം ടു ഊട്ടി അല്ലെ നമ്മൾ കാണാറുണ്ട് അതേപോലെയുള്ള ഫസ്റ്റ് തന്നിട്ടുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഗ്രാമത്തിലേക്ക് സ്വാഗതം എഴുതിയല്ലോ സെറ്റല്ലേ ഇനി നമുക്ക് തന്ന അതേപോലെ ശ്രദ്ധിക്കൂ ധ്യാൻ ദേ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ എന്നാണ് ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് നൽകാൻ കഴിയുന്ന നോട്ടീസ് ബോർഡ് നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ സിമ്പിളായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നു എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ എന്താണ് പറഞ്ഞിട്ടുള്ളത് യഹാം പ്ലാസ്റ്റിക് പൂർണ്ണ രൂപമേ പ്രതിബന്ധിത് ഹേ
ആ യഹാം. എന്റെ മക്കൾ ശ്രദ്ധിച്ചോ, യഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ആ പ്ലാസ്റ്റിക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാസ്റ്റിക് അല്ലെ, പ്ലാസ്റ്റിക് എന്ത് ചെയ്തിട്ടുണ്ട്? പൂർണ്ണരൂപമേം അല്ലെ, പൂർണ്ണമായി പ്ലാസ്റ്റിക് എന്ത് ചെയ്തിട്ടുണ്ട്? പൂർണ്ണമായി എന്ത് ചെയ്തു മക്കളെ? പ്രതിബന്ധിത് ഹേ. സാറേ ഇത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈ വാക്ക് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ആ ക്ലാസ് എടുത്തപ്പോൾ ഇമ്പോർട്ടന്റ് ആണ് പ്രതിബന്ധിത എന്നുള്ള വാക്ക് മനസ്സിലാക്കി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. പ്രതിബന്ധി ഹേ റെസ്ട്രിക്റ്റഡ് ആണ് അല്ലേ? എന്താണ്? നിരോധിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സെറ്റാണോ? സൂചനാ പട്ടിൽ നമ്മൾ ആദ്യം എഴുതിയോ? എന്നിട്ട് പിന്നെന്താ നമ്മൾ എഴുതാൻ പോകുന്നത്? കച്ചറ കൂടെ ദാൻ മേ ഹി ഡാലേ. എന്താണ്? ചപ്പുചവറുകൾ. കച്ചറ അല്ലെ, ചപ്പുചവർ. മക്കൾ ശ്രദ്ധിച്ചോ, ചപ്പുചവർ എന്ത് ചെയ്യണം? കൂടെ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡസ്റ്റ്ബിൻ അല്ലെ, ഡസ്റ്റ്ബിന്നിൽ എന്ത് ചെയ്യണം മക്കളെ? ഡാലേ ഇടൂ അല്ലെ. ചപ്പുചവറുകൾ എവിടെ ഇടണം? ഡസ്റ്റ്ബിന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇടണം. സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ, ഇതൊക്കെ നമ്മുടെ ആ പാഠഭാഗത്തിൽ നിന്ന് എടുത്ത് നമ്മൾ എഴുതിയതല്ലേ. ഇനി നമുക്ക് എങ്ങനെ പറയാം? സാഫ് സഫായി ഹർ ഏക് കാ കർത്തവ്യ ഹേ അല്ലെ, സാഫ് സഫായി അല്ലെ, ശുചിത്വം അല്ലെ, എന്താണ്? ഓരോരുത്തരുടെയും അല്ലെ, ഹർ ഏക് കാ എല്ലാവരുടെയും ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും കടമയാണ്. ഓരോരുത്തരുടെയും എന്താണ് മക്കളെ? യെസ്, കടമയാണ് എന്ന് നമ്മൾ എഴുതുന്നു. യെസ്, സെറ്റാണോ? ഓരോരുത്തരുടെയും കടമയാണ് അല്ലേ. അപ്പൊ ഇവിടെ പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. യഹാ പ്ലാസ്റ്റിക് പൂർണ്ണ രൂപമേ പ്രതിബന്ധിത് ഹേ. കച്ചറ കൂടെ ദാൻ മേ ഹി ഡാലോ അല്ലേ. എന്താണ്? ചപ്പുചവറുകൾ ഡസ്റ്റ്ബിന്നിൽ എന്ത് ചെയ്യൂ? നിക്ഷേപിക്കൂ, ഇടൂ. അതേപോലെ സാഫ് സഫായി ഹർ ഏക് കാ കർത്തവ്യ ഹേ. ശുചിത്വം എന്താണ്? ഓരോരുത്തരുടെയും കടമയാണ്. ഇത്തരത്തിൽ നമ്മൾ എഴുതി ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സ്റ്റോപ്പ് പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യുക? മനോഹരമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ചിത്രം കൊടുത്തിട്ട് സ്റ്റോപ്പ് പ്ലാസ്റ്റിക് എന്നുള്ള ഒരു ചിത്രമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് വരക്കാം. എളുപ്പമല്ലേ? ഇതുവരെ സിമ്പിളാണല്ലോ. അവസാനം നിങ്ങൾ എന്ത് ചെയ്യുന്നു മക്കളെ? ഇതേപോലെ കൊടുക്കുന്നു. പര്യാവരൺ സംരക്ഷണ വിഭാഗ് മേഘാലയ അല്ലെ. എന്താണ്? പരിസ്ഥിതി സംരക്ഷണ വിഭാഗം. പരിസ്ഥിതി സംരക്ഷണ വിഭാഗം എവിടെയാണ് മക്കളെ? സ്ഥലം എവിടെ? യെസ്, മേഘാലയ. എളുപ്പല്ലടാ. സിമ്പിളായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സൂചനാപ്പടി തയ്യാറാക്കി കൂടെ? എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി കൂടെ? അപ്പൊ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ സ്ഥലം എവിടെയാണ് തരുന്നത്, പിന്നെ എല്ലാ സൂചനാപ്പടിലും നമുക്ക് ഇതേപോലെ സ്വാഗതം ചെയ്യാം. അത് ചോദ്യ പേപ്പറിൽ തരുന്നത് നമുക്ക് മാറ്റി വെച്ചാൽ മതി. പിന്നെ അതേപോലെ അവസാനം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കീഴിലായിരിക്കും ചെയ്യുക. അതും എൻ്റെ മക്കളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് തരുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സിമ്പിളാക്കി എഴുതി കഴിഞ്ഞാൽ ഒരു സൂചനാപ്പടി സിമ്പിളാക്കി നമുക്ക് എഴുതാനും കഴിയും. 5 മാർക്ക് എളുപ്പത്തിൽ നേടാനും കഴിയും. സെറ്റല്ല മക്കളെ? റെഡി അല്ലേടാ? യെസ്. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോയുമായി മാഷ് വീണ്ടും വരും. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.